കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ലെന്ന വിവരാവകാശ രേഖ. റവന്യൂ വകുപ്പിനും കണ്ണൂർ ജില്ലാ കളക്ടർക്കും നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് നവീൻ ബാബുവിന്റെ പേരിൽ പരാതികൾ ഉണ്ടായിരുന്നില്ലെന്ന മറുപടി ലഭിച്ചത്. കണ്ണൂർ എഡിഎമായി ജോലി ചെയ്തിരുന്ന കാലയളവിൽ നവീൻ ബാബുവിനെതിരെ യാതൊരു പരാതികളും ലഭിച്ചില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയാണ് പുറത്തുവന്നിരിക്കുന്നത്. അതോടൊപ്പം റവന്യൂ വകുപ്പിന്റെ മറുപടിയും പുറത്തു വന്നിട്ടുണ്ട്. രണ്ടു മറുപടിയിലും നവീൻ ബാബുവിനെതിരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്ന ഉത്തരമാണുള്ളത്. പൊതുജനങ്ങളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ യാതൊരു പരാതികളും ഇടവരുത്താത്ത ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു എന്നതിന്റെ തെളിവാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന്റെ മറുപടിയിലൂടെ പുറത്തുവരുന്നത്. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗിന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. യാത്രയയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗവുമായിരുന്ന PP ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി PP ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ കീഴടങ്ങിയ PP ദിവ്യ റിമാൻഡിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയുമായിരുന്നു. അതേസമയം കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്.